ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സാധാരണ ഒരു സ്വഹാബിയല്ല, നെഞ്ചത്തേക്ക് ഖുർആൻ ചേർത്ത് വെച്ച സ്വഹാബി. മരിക്കുന്ന സമയവും ശത്രുക്കളെ വീടിനകത്തേക്ക് ഇരച്ചു കയറിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരം മുഴുവനും വെട്ടി നുറുക്കുമ്പോ അതാ മുസല്ലയിലിരുന്ന് ഖുർആൻ ഓതുകയാണ്. ആ ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആൻ, ആ പാരായണം ചെയ്തുകൊണ്ടിരുന്ന പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി, അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വെട്ടുകൊണ്ടിട്ട് രക്തം ഇങ്ങനെ വീഴുകയാ. ഉസ്മാൻ തങ്ങൾ നോക്കുന്നു, അല്ലാഹ്, എവിടെയാണ് വീണത്? എന്റെ രക്തമേതായത്തിന്റെ മുകളിലാണ്, എന്റെ രക്തമേതായത്തിന്റെ മുകളിലാണ്. അല്ലാഹുമതി, ഈ ആയത്തിന്റെ മുകളിലാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തം ഇങ്ങനെ വീഴുന്നത്. ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച സ്വഹാബി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമാ. അല്ലാഹുവേ, നബിതങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നിങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ഉത്തമനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എടോ പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഏതൊരു മുസ്ലിം ആണാകട്ടെ പെണ്ണാകട്ടെ, നിന്റെ ജോലിയാണ് ഇൽമു പഠിക്കണം, നിന്റെ കടമയാണ് ഖുർആൻ പഠിക്കണം, അത് നിന്റെ ബാധ്യതയാണ്, അത് നിന്റെ കടമയാണ്. അറിയില്ല എന്ന് നിനക്ക് പറയാൻ കഴിയില്ല. കാരണം മദ്രസയിൽ മാത്രമല്ല, കുട്ടികളെ മാത്രമല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്, ഏത് മനുഷ്യനും പഠിക്കാമല്ലോ, അതിനുള്ള സൗകര്യമെന്നുണ്ടല്ലോ. 10ാം ക്ലാസ്സിൽ പരാജയപ്പെട്ട 50 വയസ്സുള്ളവനും പരീക്ഷ എഴുതാനുള്ള സൗകര്യമുണ്ടല്ലോ, ഇംഗ്ലീഷ് പഠിക്കാൻ സൗകര്യമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പള്ളികളിൽ ഫ്രീ ആയിട്ട് ഉസ്താദന്മാര് പഠിപ്പിക്കുന്നല്ലോ. അതുകൊണ്ട് സഹോദര, ഖുർആൻ പഠിക്കൽ ഖുർആനിനോടുള്ള ബാധ്യതയാ. മൂന്നാമതായിട്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖുർആനിനോടുള്ള മൂന്നാമത്തെ ബാധ്യത എന്തെന്നറിയുമോ? വിശുദ്ധ ഖുർആനിന്റെ ആശയവും വിശദീകരണവും നീ പഠിക്കണം. വെറുതെ മസലുഹും കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ. ഉസ്താദ് എന്തൊക്കെയോ പറയുന്നു, കേൾക്കുന്നുണ്ട്, ചിന്തിക്കുന്നില്ല. വെറുതെ ഇറച്ചി കോഴിയെ പോലെ നടന്നാ പോരാ, ചിന്തിക്കണം സഹോദര. വഇദാ അഖദല്ലാഹു മീസാകല്ലദീന ഊതുൽ കിതാബ ലയുസബ്ബിതുന്ന ലിന്നാസ് വലാ തഖ്തുമൂനഹു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കണമെന്നും നിങ്ങൾ മറച്ചു വെക്കരുതെന്നും അല്ലാഹു കരാറ് വാങ്ങിയ സന്ദർഭം ഖുർആൻ പറയുകയാ. ചിന്തിക്കടോ സഹോദര, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എന്താണ് പറയുന്നതെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്നു, അവർക്ക് ചിന്തിക്കുന്നതിന് വേണ്ടിയാണ് നാം പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത്. മനസ്സിലായി ചിന്തിക്കുന്ന ഖുർആൻ പറയുകയാണ്. എന്താണ് അല്ലാഹു ഇതിനകത്ത് പറയുന്നത്? ഓരോ ആയത്തിന്റെ അകത്തും പഠിക്കാനും ചിന്തിക്കാനും നന്നാകാനും മനസ്സിലാക്കാനും സത്യമേത് അസത്യമേത് മോശമേത് നന്മയേത് ഖുർആൻ അവിടെ നിന്ന് വിവരിച്ചു തരുമ്പോ എന്തുകൊണ്ട് നാം മനസ്സിലാക്കാൻ തയ്യാറുന്നില്ല? എല്ലാ ജനങ്ങളും അല്ലാഹുവിന്റെ വേദഗ്രന്ഥം അതിന്റെ വിവരണം മനസ്സിലാക്കണമെന്ന് ഈ ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ പഠിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ആദ്യമായിട്ട് ഭൂമിയിലേക്ക് മഴ ആദ്യമായി വർഷിച്ചത് ഒരു മുഹറം മാസത്തിലാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴത്തുള്ളികൾ പെയ്തിറങ്ങിയത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅവ്വലു യൗമൻ നുസില ഫീഹിൽ മത്റു മിനസ് സമാഅ യൗമ ആശൂറാ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് ആദ്യമായിട്ട് മഴ പെയ്തത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു മുഹറം 10-നായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ആ മുഹറം മാസത്തിൽ ജനങ്ങൾ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മഴയും വെള്ളപ്പൊക്കമൊക്കെ കാരണം വാർത്താ ചാനലുകൾക്ക്, മൊബൈലാകട്ടെ, പത്രമാധ്യമങ്ങളാകട്ടെ, ഏതെടുത്തു നോക്കിയാലും ഉരുൾപൊട്ടലിന്റെയും സൂക്ഷ്മതയും റെഡ് അലർട്ടും ഒക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഡാമുകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, ഭൂമിയിലേക്ക് ആദ്യമായി റഹ്മത്ത് ഇറങ്ങിയതും ആശൂറാഇന്റെ ദിവസമാണ്. മഴ വലിയ അനുഗ്രഹമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. അത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പ് മഴയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പല കാര്യങ്ങളും, വെള്ളമില്ലെങ്കിൽ, മഴയില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മനുഷ്യന്റെ ജീവിതത്തിൽ അത് വളരെ പ്രയാസകരമായ കാര്യമാകും. അവന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വലിയ പ്രയാസമാകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരണം ശുദ്ധജലം ലഭ്യമാകുന്നില്ലെങ്കിൽ, മനുഷ്യന് കുടിക്കുവാൻ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതമാണ്? അപ്പൊ അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ് മഴ. വിശുദ്ധ ഖുർആൻ മഴയെ കാരുണ്യമായിട്ടും ഭൂമിയുടെ ജീവനായിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ ബർക്കത്തായിട്ടൊക്കെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മഴയെ നമുക്ക് വിശേഷിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, وهو الذي ينزل الغيث من بعد ما قنطوا وينشر رحمته وهو الولي الحميد. മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കാരുണ്യമാണ്, മനുഷ്യന്റെ നിലനിൽപ്പിന്, അവന്റെ ജീവനും അതുപോലെ തന്നെ ബർക്കത്തുമാണെന്നൊക്കെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് മഴയെ വിശേഷിപ്പിക്കുക. നമ്മൾ ഇന്ന് മഴ കാരണം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു, വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യസ്മഊൻ. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് മഴ. അത് എപ്പോഴാ പെയ്യുന്നത്? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സആ വയുനസ്സിലുൽ ഗൈസ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അത് മഴയെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് എപ്പോഴാണ് പെയ്യുന്നത്? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റഹ്മത്തും ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള ശുദ്ധജലം അത് വലിയൊരു കാരുണ്യമാണ്, അതൊരു വലിയ നിഅമത്താണ്. അതിലുപരിയായി അതൊരു ബറക്കത്താണെന്ന് പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, മറ്റൊരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴയെന്ന് പറയുന്നത് പരീക്ഷണവും ദുരിതവും ആകാറുണ്ട് ചില സമയങ്ങളിൽ. ഈ അള്ളാഹുവിന്റെ റഹ്മത്ത് ചില സമയത്ത് വലിയ പ്രയാസമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായ കാറ്റ് വരുമ്പോൾ ഇത് പരീക്ഷണമാകുമോ എന്നതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയന്നുകൊണ്ട് ദുആ ചെയ്യുമായിരുന്നു. മഴയെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. പക്ഷെ ചില സമയത്ത് മഴ നമുക്ക് പരീക്ഷണമാകാറുണ്ട്, അത് വലിയ ഒരു ശിക്ഷയാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാർമേഘങ്ങൾ കടന്നു വരുമ്പോൾ, വലിയ കാറ്റടിക്കുന്ന സമയത്ത്, പ്രകൃതിയിൽ മാറ്റമുണ്ടാകുന്ന സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന യൗമുർ റീഹ് വൽ അനം ഉരിഫ ദാലിക ഫീ വജ്ഹിഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്റെ പ്രിയപ്പെട്ടവരെ കാറ്റടിക്കുമ്പോൾ, ഭൂമിയുടെ പ്രകൃതം, ഈ കാണുന്ന ആകാശത്തിന്റെ പ്രകൃതങ്ങൾ മാറുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് ഭയന്നുകൊണ്ട് അവിടെ നിന്ന് ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് ദുആ ചെയ്തു. അതിന്റെ കാരണം എന്താണ്? ലോക ചരിത്രത്തിൽ മഴ ഏറ്റവും വലിയ ദുരന്തമായി മാറിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രങ്ങൾ പറയുകയാ. ഈ മഴ, ഈ വെള്ളം, ഇത് ലോകത്തെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമുണ്ടാക്കി മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ജനങ്ങൾ കടന്നു വന്നത് ഒരു മുഹറം 10-നായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്.